സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36ാമത്തെ വയസ്സിൽ വഫാത്തായി. അല്ലാഹ് 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോഴാണ് മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പിന്റെ അർശ് പോലെ കുലുങ്ങിപ്പോയത്. പടച്ചവനെ, ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരൻ മരിച്ചു കിടന്നപ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. ഈ ചെറുപ്പക്കാരൻ മരിച്ചു കിടന്നപ്പോ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അതാ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്നുണ്ട്, എന്റെ പ്രിയമുള്ളവരെ, ഈ ചെറുപ്പക്കാരന്റെ ജനാസയുണ്ടല്ലോ, കബറടക്കുന്നതിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് അതാ മയ്യത്ത് കട്ടിൽ എടുത്ത് വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ജനാസ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനതാ തള്ളവിരൽ കുത്തികെട്ടാണ് നടന്നു പോകുന്നത്. പ്രവാചകന് തള്ളവിരൽ കുത്തികെട്ട് നടന്നു പോവുകയാണ്. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ നബിയേ, പ്രവാചകന് തള്ളവിരൽ കുത്തികെട്ടാണ് നടന്നു പോകുന്നത്. നടക്കാൻ സ്ഥലമില്ലാത്തതുപോലെ തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാ. ജനാസ ചുമന്നു കൊണ്ടുപോകുന്ന സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സഹാബാ, മയ്യത്ത് ചുമക്കുന്നത് മലക്കുകളാണ് സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. നടക്കാ സ്ഥലമില്ല സഹാബാ, എനിക്ക് നടക്കാ സ്ഥലമില്ല. 70,000 മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം അല്ലാഹുവിന്റെ പ്രവാചകന് തള്ളവിരൽ കുത്തികെട്ടാണ് നടന്നു പോകുന്നത്. ആ ചെറുപ്പക്കാരന്റെ ജനാസ ചുമന്നത് മലക്കുകളായിരുന്നു. അല്ലാഹുവിന്റെ മലക്കുകളെ ജനാസ ചുമന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുകയാ, ഈ ചെറുപ്പക്കാരനെ കബറടക്കുന്നതിന് വേണ്ടി അല്ലാഹ് അവിടുന്ന് കബർ കുടിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമായിരുന്നു. മണ്ണിന് പോലും വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് പോലും വല്ലാത്ത സുഗന്ധമായിരുന്നു. പടച്ചവരെ, കബർ കുടിക്കുന്ന മനുഷ്യൻ അത്ഭുതത്തോട് ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെച്ചു. വീട്ടിലേക്ക് കടന്നു ചെന്ന് നോക്കുമ്പോ മണ്ണ് കസ്തൂരിയായിരിക്കുകയാ. അവസാനം കബർ കുടിക്കുന്ന മനുഷ്യര് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കണ്ടപ്പോ അവിടെന്ന് ചോദിച്ചു, സഅദ്, ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്ത് സഅദ്? അതുകൊണ്ട് പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹു നിനക്ക് ഈ പ്രതിഫലം തരണോ? പടച്ചവനെ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കണോ? പടച്ചവനെ, മുഖം പ്രകാശിച്ചുകൊണ്ട് കിടക്കണോ? പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കണോ? നിന്റെ മയ്യത്ത് മലക്ക് ചുമക്കണോ? നിന്റെ മയ്യത്ത് നമസ്കാരത്തിലെ മലക്കുകൾ പങ്കെടുക്കണോ? നിന്റെ കബറിന്റെ അകത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശണോ? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഞാൻ ഓതിയ ഖുർആനിന്റെയും ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും പ്രതിഫലമാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ